മരിയ മജോറെ ബസിലിക്കയുടെ അകത്തേക്ക് പോകുന്ന മരിയ സാളുസ് പോപ്പുളി റൊമാനി എന്ന് പറയുന്ന മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കപ്പേളയുടെ അകത്തേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് തോന്നുന്നു പ്രദക്ഷിണം. അവിടെ പോയി ഏത് യാത്രയ്ക്കും ശേഷം അവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിന് പൂക്കൾ സമർപ്പിക്കുന്ന മാർപ്പാപ്പയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വീണ്ടും ആ മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതാ നമ്മുടെ മുൻപിലൂടെ കടന്നു വരുന്നു. തൻ്റെ ജീവിതം തന്നെ ജീവിതത്തിൻ്റെ അവസാന നിമിഷവും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാവിൻ്റെ ആ ചിത്രത്തിന് മുൻപിൽ ധാരാളം മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ച് വലിയ രോഗസൗഖ്യമൊക്കെ നേടുന്ന ആ ഒരു കപ്പേളയ്ക്കുള്ളിൽ ധാരാളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമ്മളവിടെ കാണാറുണ്ട്. ഈ മാതാവിൻ്റെ ഈ കപ്പേളയിൽ അവിടേക്ക് മാർപ്പാപ്പയും കൊണ്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. മാർപ്പാപ്പ മെത്രാനായ ഇരുന്നപ്പോഴും കർദിനാളായിരുന്നപ്പോഴും എപ്പോഴൊക്കെ റോമിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ വഴിയിലൂടെ നടന്ന് മാതാവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും അവസാനമായിട്ട് ഒരിക്കൽ കൂടെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുൻപിലേക്ക് വരുന്നു. പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ലൂക്ക വരച്ചു എന്ന് കരുതപ്പെടുന്ന മാതാവിൻ്റെ മനോഹരമായ ചിത്രം. ഉണ്ണിയേശുവിനെയും കൈകളിൽ ഏന്തി നിൽക്കുന്ന മാതാവിൻ്റെ ചിത്രം. അത് ആ ബസിലിക്കയ്ക്കും കപ്പേളയ്ക്ക് മുൻപിലായിട്ട് മാർപ്പാപ്പയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏതാനും കുട്ടികൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഇന്ന് മാതാവിൻ്റെ മുൻപിൽ പൂക്കൾ സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാർപ്പാപ്പ നേരിട്ട് വന്ന് ഇങ്ങനെ പൂക്കൾ സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. ഇന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞു മക്കളാണ് മാതാവിൻ്റെ മുൻപിൽ പൂക്കൾ സമർപ്പിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ മുൻപിൽ വന്ന് പൂക്കൾ സമർപ്പിക്കുക എന്നുള്ളത്. ഇന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമക്കളാണ് ആ പൂക്കൾ സമർപ്പിച്ചത്. മാർപ്പാപ്പയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അതിന് മുൻപിലായിട്ടൊരു അവസാന വട്ട കൂടിക്കാഴ്ചയ്ക്കായിട്ട് നിൽക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാതാവിൻ്റെ ആ മനോഹരമായ ചിത്രത്തിന് മുൻപിലൊരു അവസാന കൂടിക്കാഴ്ച. ഇനി മാർപ്പാപ്പയെ അടക്കുന്ന അദ്ദേഹത്തിൻ്റെ കല്ലറയെങ്കിലേക്ക് മൃതദേഹം സംവഹിക്കുന്നു. Saltastis sicut arietes, et colles sicut agnio vivum, ego sum resurrectio et vita. ഏതാണ്ട് 2000 വർഷം പഴക്കമുള്ള ഒരു മനോഹരമായ മാതാവിൻ്റെ ഐക്കണാണ് നമ്മൾ ഈ കാണുന്ന ചിത്രം. സുവിശേഷകനായ ലൂക്ക വരച്ചു എന്ന് കരുതപ്പെടുന്ന മാതാവിൻ്റെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചിത്രം കൂടിയാണ്. ഭിക്ഷുങ്കരനായ ലൂക്ക, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു എന്നൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹം വരച്ചു എന്ന് കരുതപ്പെടുന്ന ആ മനോഹരമായ മാതാവിനെ ഉണ്ണിയേശുവിനെയും കൈകളിലേന്തി നിൽക്കുന്ന മാതാവിൻ്റെ ഒരു ചിത്രം. മാർപ്പാപ്പയുടെ കല്ലറങ്കിയിലേക്ക് മൃതശരീരം കൊണ്ടുപോയിരിക്കുന്നു.
convertit Petram in stagna aquarum, et silicem in fontes aquarum. Et osum resurrectio et vita, qui credit in me, et siam si mortus poerit vivet. ഗായിക സംഘം വിവിധങ്ങളായ സങ്കീർത്തനങ്ങളാണ് ഈ സമയത്ത് ആലപിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ സങ്കീർത്തന ആലാപനത്തിന് ശേഷം മാർപ്പാപ്പയെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയോട് ചേർന്ന് മാർപ്പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്നീ സമയം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അവസാന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉടനെ തന്നെ കർദിനാൾ കെവിൻ ഫാരലിൻ്റെ നേതൃത്വത്തിലുള്ള അവസാന ശുശ്രൂഷകൾ കല്ലറ വെഞ്ചരിക്കുന്നതും മൃതദേഹം കല്ലറയിൽ അടക്കുന്നതുമായ അവസാനത്തെ കർമ്മങ്ങൾ നടക്കുകയാണ്. അത് പ്രൈവറ്റായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് നടക്കുന്നതെന്നാണ് കരുതുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല. മിക്കവാറും അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീടാണ് മാർപ്പാപ്പയുടെ കബറിടം നമുക്ക് അടക്കം ചെയ്തതിന് ശേഷം മാത്രമേ മിക്കവാറും കാണാൻ സാധിക്കുകയുള്ളൂ. ആ ചടങ്ങ് പ്രൈവറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാത്തത് എന്നാണ് കരുതുന്നത്. മാതാവിൻ്റെ ബസിലിക്കയുടെ മുൻവശത്തു നിന്നുള്ള മനോഹരമായ മാതാവിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പള്ളിക്കകത്ത് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. റോമിലെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെൻറ്റ് പോൾസ് ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക, പിന്നെ മരിയ മജോറെ ബസിലിക്ക. ഇതാണ് 4 മേജർ ബസിലിക്കകൾ. അതിലെ ഒരു പ്രധാനപ്പെട്ട മേജർ ബസിലിക്കയാണ് മരിയ മജോറെ ബസിലിക്ക. പിന്നെ മറ്റ് മൈനർ ബസിലിക്കകളുമുണ്ട്. റോമിലെ സാന്താക്രോച്ച്, ജെറുസലേമെ തുടങ്ങി മൈനർ ബസിലിക്കകളുമുണ്ട്. എന്നാലും റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബസിലിക്കകളിൽ ഒന്നായിട്ടാണ് മരിയ മജോറെ ബസിലിക്ക കണക്കാക്കുക. മാർപ്പാപ്പയുടെ മൃതശരീരം കല്ലറയിൽ അടക്കുന്ന പ്രൈവറ്റായിട്ടുള്ള ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അതിനുശേഷമാണ് നമുക്ക് മാർപ്പാപ്പയുടെ ഖബറിടം കാണാനായിട്ട് സാധിക്കുക എന്ന് കരുതുന്നു.